നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ ഫോംസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ്. അതിനായി ആദ്യം ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് സെർച്ച് ബോക്സിനകത്ത് ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് നേരിട്ട് ഗൂഗിൾ ഫോംസിലേക്ക് പോവാം. ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് നേരെ ഗൂഗിൾ ഫോംസിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് കാണുന്ന 9 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവിൽ ഇടതുഭാഗത്തായി ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ ഡോക്സ്, ഷീറ്റ്സ്, സ്ലൈഡ്സ്, ഫോംസ് കൂടാതെ വേറെയും കുറേ ഗൂഗിൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ തുറന്നു വരും. നമ്മളതിൽ ഗൂഗിൾ ഫോംസ് സെലക്ട് ചെയ്യുന്നു. ഗൂഗിൾ ഫോംസിൽ ബ്ലാങ്ക് ഫോമാണ് സെലക്ട് ചെയ്യുന്നത്. ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്ത ഇതേ രീതിയിലുള്ള ഒരു പേജാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. നമ്മളൊരു ക്വിസാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് മാറ്റി അവിടെ ഒരു പേര് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ്. സ്കൂളിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം ഇവിടെ അൺടൈറ്റിൽഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് സ്കൂളിൻ്റെ പേരാണ് വരിക. നമുക്കവിടെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനവിടെ മലയാളം സെലക്ട് ചെയ്തു. പൊതു പൊതുവിജ്ഞാനം എന്ന് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എന്താണ് നമുക്ക് ഫോമിൽ കൊടുക്കാനുള്ളത്, നമുക്കത് അവിടെ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ആകെ 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഉത്തരങ്ങൾ എഴുതി അയയ്ക്കുക എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഉത്തരങ്ങൾ എഴുതി അയക്കുക. എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അയക്കുക. ഇനി നമുക്ക് ഇവിടെ ആദ്യം വേണ്ടത് ഒരു ക്വിസ് തയ്യാറാക്കുമ്പോൾ അവിടെ പേര് കൊടുക്കണം. അല്ലെങ്കിൽ ആരാണ് സബ്മിറ്റ് ചെയ്തത് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ആദ്യം കുട്ടിയുടെ പേരാണ് കൊടുക്കുന്നത്. അതിനു മുന്നേ നമ്മളിതിനെ ക്വിസിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ക്വിസിലേക്ക് മാറ്റണമെങ്കിൽ സെറ്റിങ്സിൽ പോകുന്നു. ഇവിടെ ജനറൽ എന്നുള്ളതുണ്ട്. ഇവിടെ നമുക്ക് കളക്ട് ഇമെയിൽ അഡ്രസ്സ് ഇത് അയക്കണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ റിക്വയർ സൈൻ ഇൻ, ലിമിറ്റ് ടു 1 റെസ്പോൺസ്, ഒറ്റ ഉത്തരം മാത്രം എഴുതാനുള്ള അവസരം കൊടുക്കുക. പിന്നെ എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് സേവ് കൊടുക്കുന്നു. അതിനുശേഷം ക്വിസസ് എന്നുള്ളതിൽ പോകുന്നു. ക്വിസസ് എന്നതിൽ പോയി മാർക്ക് ദിസ് എ ക്വിസ് എന്നുള്ളത് ആക്റ്റീവ് ആക്കുന്നു. അപ്പോൾ നമുക്ക് താഴെയുള്ളതിലൊക്കെ ടിക്ക് മാർക്കൊക്കെ വരുന്നത് കാണാം. ഇതും സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ആദ്യം നമ്മൾ കുട്ടിയുടെ പേരാണ് കൊടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തു ബാക്ക് സ്പേസ് കൊടുത്താൽ അത് പോയി. ഇനി പേര് അവിടെ ചേർത്താം. പേര് എന്നാണ് ഞാൻ കൊടുക്കുന്നത്.
നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഈ പേര് എൻ്റർ ചെയ്താൽ മാത്രമേ കുട്ടിക്ക് ചോദ്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വയർഡ് എന്നുള്ളത് ആക്റ്റീവ് ആക്കുന്നു. റിക്വയർഡ് എന്നുള്ളത് ആക്റ്റീവാക്കി. ഇനി അടുത്തത് നമുക്ക് വേണ്ട അടുത്ത ചോദ്യം ആഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനുള്ള സ്പേസ് തുറന്നു വരുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ക്ലാസ് ആൻഡ് ഡിവിഷനാണ്. ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ് ആൻഡ് ഡിവിഷൻ. ക്ലാസ് ആൻഡ് ഡിവിഷൻ. എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ലാസ് ആൻഡ് ഡിവിഷൻ കൊടുത്തു. ഇനി ഇത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ഷോർട്ട് ആൻസർ സെലക്ട് ചെയ്യുക. ഇനി ഇതും നമുക്ക് അത്യാവശ്യമാണ്. അതും റിക്വയർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ റിക്വയർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർ മാർക്ക് വരും. സ്റ്റാർ മാർക്ക് ഉള്ളതൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർ മാർക്ക് വരും. ഇനി ഇതിലും സ്റ്റാർ മാർക്ക് വരും, നമുക്ക് കാണാം. ഇനി അടുത്തത് ഞാൻ ചോദ്യങ്ങൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്ക് ഇവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡോക്സിൽ നേരത്തെ തന്നെ വോയിസ് മെസ്സേജ് വഴി വോയിസ് ടൈപ്പിംഗ് വഴി ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു ചോദ്യം, അത് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നുള്ളതാണ്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, കോപ്പി ചെയ്യുന്നു. ഇനി നമുക്ക് ഗൂഗിൾ ഫോംസിലേക്ക് പോയി ഇവിടെ Ctrl+V കൊടുക്കാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് അല്ല കൊടുക്കുന്നത്, ഞാൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. ഷോർട്ട് ആൻസർ എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് റിക്വയർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് റിക്വയർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അഥവാ തെറ്റിപ്പോയിട്ട് കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ കുട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ റിക്വയർഡ് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർ കീ കൊടുക്കണം. അതിൻ്റെ പോയിൻ്റ് എത്രയാണെന്നുള്ളതും കൊടുക്കണം. അപ്പോൾ ആൻസർ കീ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് എ കറക്റ്റ് ആൻസർ എന്നുള്ളൊരിത് വരും. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളവിടെ അതിൻ്റെ ശരി ഉത്തരം കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. അപ്പോൾ നമ്മളതവിടെ ടൈപ്പ് ചെയ്യുന്നു. ഈ ഉത്തരവും വേണമെങ്കിൽ നമുക്ക് ഡോക്സിൽ വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്ത് വെച്ച് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ നേരിട്ട് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ എന്ന് കൊടുക്കുന്നു. ഇതിന് പോയിൻറ്റ്സ് എത്രയാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. 1 ഞാനിവിടെ 5 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 പോയിൻ്റ് കൊടുക്കുന്നു. ഡൺ എന്നുള്ള ഇവിടെ താഴെ കാണാം. ഡൺ എന്ന് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അവിടെ വന്നു. ഇനി ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുള്ള സ്പേസ് തുറന്നു വരും. അവിടെ അടുത്ത ചോദ്യം ഞാനിവിടെ ഗൂഗിൾ ഡോക്സിൽ പോകുന്നു. ഇതിൽ രണ്ടാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുന്നു. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. വീണ്ടും ഇതിലേക്ക് ഗൂഗിൾ ഫോംസിലേക്ക് വരുന്നു. ഇവിടെ Ctrl+V കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഷോർട്ട് ആൻസറാണ്. ഇവിടെ നിന്ന് അത് ഷോർട്ട് ആൻസർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ആൻസർ കൊടുക്കണം. നമുക്ക് ആൻസർ കീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആഡ് എ കറക്റ്റ് ആൻസർ എന്ന് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ സ്ഥലപ്പേര് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നൂറനാട്. പോയിൻ്റ് എത്ര കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 5 കൊടുക്കുന്നത്. 5 എന്ന് ചെയ്യുന്നു.
ഡൺ എന്ന് കൊടുക്കുന്നു. ആ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഇതിൽ വന്നു. ഇനി നമുക്ക് വീണ്ടും ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ പോകണം. ആഡ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുള്ള സ്പേസ് തുറന്നു വന്നു. ഇനി വീണ്ടും ഞാൻ ഗൂഗിൾ ഡോക്സിൽ പോകുന്നു. അവിടെ മൂന്നാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുന്നു. രാജ്യസഭാംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം അത് സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്തു, കോപ്പി ചെയ്തു. വീണ്ടും ഫോംസ് പോയി Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസർ എന്ന് അവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ആൻസർ കീയിൽ പോയി ആഡ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ അവിടെ ശരിയുത്തരം ടൈപ്പ് ചെയ്യുന്നു. ശരിയുത്തരം ടൈപ്പ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ഇത് മാറ്റേണ്ടതുണ്ട്. അത് മാറ്റി ശരിയുത്തരം ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പോയിൻ്റ് കൊടുക്കുന്നു. ഡൺ എന്ന് കൊടുക്കുന്നു. അപ്പം മൂന്നാമത്തെ ചോദ്യവുമായി. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം. വീണ്ടും ഡോക്സിൽ പോയി ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് ശരിയാക്കി വെച്ച വോയിസ് ടൈപ്പിംഗ് വഴി ശരിയാക്കി വെച്ച നാലാമത്തെ ചോദ്യം Ctrl+C കൊടുത്ത് സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഗൂഗിൾ ഫോംസിലേക്ക് പോകുന്നു. ഇവിടെ കൊണ്ടുവന്ന് Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇതും ഷോർട്ട് ആൻസർ ആണ്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് കൊടുക്കണം. ആൻസർ കീ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് കറക്റ്റ് ആൻസർ ഉള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാം. കറക്റ്റ് ആൻസർ കൊടുത്തു. അതിൻ്റെ പോയിൻ്റ് കൊടുക്കുന്നു. ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഒരു ചോദ്യം കൂടെ കൊടുക്കാം. ഞാൻ മുഴുവൻ ടൈപ്പ് ചെയ്യുന്നില്ല, 10 ചോദ്യങ്ങളും ടൈപ്പ് ചെയ്യുന്നില്ല. ഇവിടെ ഇനി ഒരു ചോദ്യം കൂടെ കൊടുക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യം. ഗൂഗിൾ ഡോക്സിൽ പോയി ഇതിൽ അഞ്ചാമത്തെ ചോദ്യം അഗ്നിച്ചിറകുകൾ എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആ ചോദ്യമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തു. വീണ്ടും നമ്മുടെ ഗൂഗിൾ ഫോംസിലേക്ക് പോയി ഇവിടെ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്തു. ഇതും മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഷോർട്ട് ആൻസർ ആണ്. ഷോർട്ട് ആൻസർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി ആൻസർ കൊടുക്കണം. ആൻസർ കീ ഇവിടെ ആഡ് കറക്റ്റ് ആൻസർ എന്നുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ആളുടെ ആരതാണോ വെച്ചാൽ അവരുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് APJ അബ്ദുൽ കലാം എന്നാണ്. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. ഇവിടെ പോയിൻ്റ് കൊടുക്കുന്നു. ഡൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ 5 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ചോദ്യങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി തീം ഒന്ന് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ കാണുന്ന കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഒരു ഹെഡർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് തീം എന്നുള്ളതിൽ പോകുന്നു. അപ്പോൾ ഇവിടെ ഹെഡർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചിത്രം ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹെഡർ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചൂസ് ഇമേജ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഫോട്ടോസ് വേണേൽ ഫോട്ടോസ്, തീംസ് വേണേൽ തീംസ്, ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് എന്ന് വരും. ഇൻസേർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഹെഡർ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ തീം ഇവിടെ കാണുന്നത് കളറ് ചേഞ്ച് ചെയ്യും. മുകളിൽ കാണുന്ന കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കളറൊന്നും വേണ്ട, നമുക്ക് പുതിയൊരു കളറാണെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതാണോ കളർ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്യുന്നു. ആഡ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാറില്ല. ഇംഗ്ലീഷിലാവുമ്പോഴാണ് അതിന് മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാവുക. മലയാളത്തിൽ അങ്ങനെ
പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്കിതിനകത്ത് കാണില്ല. ശരി, അങ്ങനെ ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം ഇവിടെ ടോട്ടൽ പോയിൻറ്റ്സ് 25 എന്നൊക്കെ കാണാം. നമ്മളിത് ഇനി സെൻഡ് ചെയ്യാണ്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാം. പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ പ്രിവ്യൂ എന്നുള്ളൊരു കണ്ണിൻ്റെ ചിത്രം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ പ്രിവ്യൂ ഈ രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ പേര്, ക്ലാസ്, ഡിവിഷൻ എന്നുള്ളത് സ്റ്റാർ മാർക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫില്ല് ചെയ്താൽ മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് പ്രിവ്യൂ കണ്ടു. ഇനി നമുക്കിത് സെൻഡ് ചെയ്യണം. ഇത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. നമുക്ക് ഇമെയിൽ വഴി സെൻഡ് ചെയ്യണമെങ്കിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. മലയാളമാണ് വരുന്നത്. അവിടെ ഇപ്പോൾ ഞാൻ മലയാളം മാറ്റി അവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സബ്ജക്റ്റ് പൊതുവിജ്ഞാനം. മെസ്സേജ് ഐ ഹാവ് ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് എ ഫോം എന്ന് കൊടുക്കുന്നു. ഇൻക്ലൂഡ് ഫോം ഇൻ ഇമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ഇമെയിലിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് ഈ രീതിയിൽ അയക്കാം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വാലിഡ് ഇമെയിൽ അഡ്രസ്, ദിസ് ഫോം ഈസ് കളക്ടിങ് ഇമെയിൽ അഡ്രസ്സസ് എന്ന് പറയുന്നു. നമ്മൾ ഇത് മാറ്റണമെങ്കിൽ ഇനി നമുക്ക് മാറ്റണമെങ്കിൽ വീണ്ടും നമ്മൾ പോയി പ്രസൻറ്റേഷൻ, ഷോ പ്രോഗ്രസ് ബാർ, ഷോ ക്വസ്റ്റ്യൻ ഓർഡർ, ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ എന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പ്രോഗ്രസ് ബാർ കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യാം. ഇനി വീണ്ടും ഇത് സെൻഡ് ചെയ്യാണ്. സെൻഡ് ഇമെയിൽ അഡ്രസ്സ് വഴിയല്ല സെലക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു ലിങ്കിൻ്റെ ഉണ്ട്, ഗെറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ലിങ്ക് വരും. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കണം. ഇത് വളരെ വലിയൊരു ലിങ്കായിട്ടാണ് കാണുക. ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഷോർട്ടൺ URL എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, ഇത് ചെറുതായിട്ട് വരുന്നത് കാണാം. ഇനി ഇത് കോപ്പി ചെയ്യുന്നു. നമുക്കെന്നിട്ട് ഇത് എവിടെയാണോ സെൻഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിൽ നമ്മൾ വാട്സാപ്പ് വെബ് തുറക്കുന്നു. വാട്സാപ്പ് വെബ് തുറക്കുന്നു. വാട്സാപ്പ് വെബ് തുറന്നതിന് ശേഷം നമ്മുടെ ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് വാട്സാപ്പ് എന്നുള്ളതിൻ്റെ നേരെ വലതുവശത്തായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അടുത്തുള്ള 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്താൽ വാട്സാപ്പ് വെബ് നമുക്ക് കാണാം. ആ വെബ് തുറക്കുക. വെബ് തുറക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെത് ഓൾറെഡി ഇവിടെ തുറന്നു വെച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു കോഡ് വരും. നമ്മുടെ വാട്സാപ്പ് വെബ് തുറന്നു കഴിഞ്ഞാൽ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഇതേ രീതിയിൽ തുറന്നു വരും. ഇതിലേത് ഗ്രൂപ്പിലേക്കാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് എങ്കിൽ അത് നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം. ഏത് ഗ്രൂപ്പിലേക്കാണോ വേണ്ടത് ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ടൈപ്പ് എ മെസ്സേജ് എന്നുള്ളിടത്ത് Ctrl+V കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ലിങ്ക് അവിടെ തുറന്നു വരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാവും. ഈ രീതിയിലാണ് ഡോക്സിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്.